ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഫ്യൂൽ പമ്പിൻ്റെ ഫ്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് ബേൺ ആവുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ വയറിങ് അവിടെ ഷോർട്ട് ഉണ്ട്. നമുക്കത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്യൂൽ പമ്പിലേക്കുള്ള ഗ്രൗണ്ട് നമുക്ക് ഫസ്റ്റ് ആദ്യം ഉരുടണം. ഞാൻ അതൊരു ഡയഗ്രാം കാണിക്കാം. നമുക്കിതിനകത്ത് റിലേയും ഫ്യൂസും ആ പച്ച കളറിൽ കാണിച്ചാണ് ഗ്രൗണ്ട് നമുക്ക് ഉരുടണം. അതുപോലെ തന്നെ നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവും ECMൻ്റെ കപ്ലറും നമുക്ക് ഉരുടണം. അതായത് വേറെ ലൈനിൽ നിന്നാണോ ഷോർട്ട് കയറി വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. നമുക്കിപ്പോൾ ഫ്യൂൽ പമ്പിൻ്റെ ലൈനിൽ കണ്ടിന്യൂറ്റിയും അതേപോലെ തന്നെ നമുക്കിപ്പോൾ റെസിസ്റ്റൻസും കിട്ടുന്നുണ്ട്. അതായത് ഈ ലൈനിൽ തന്നെയാണ് നമുക്കിപ്പോൾ ഷോർട്ട് സംഭവിച്ചതാണ്. ഇനി നമുക്ക് വയറിങ് എല്ലാം ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. കംപ്ലൈൻറ്റ് അങ്ങനെ അറസ്റ്റ് ആയിട്ടുണ്ട്. ഇത് കപ്ലറിൻ്റെ തൊട്ടടുത്ത് തന്നെ വയർ എല്ലാം കൂടി ഉരുകി പിടിച്ച് ജോയിൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഷോർട്ട് വന്നുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ലോഡിൻ്റെ പ്രശ്നമാണ്. അതായത് പമ്പിൻ്റെ പ്രശ്നം കൊണ്ടാണ് വയറിങ്ങനെ വന്നേക്കണേ. അപ്പോൾ നമുക്കിത് എന്തായാലും ക്ലിയർ ചെയ്ത് പമ്പും മാറി നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കാം. ഒരിക്കലും നമ്മൾ ഇതുപോലെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളൊരിക്കലും ഫ്യൂസ് കമ്പി വെച്ച് കെട്ടി ഓടിക്കരുത്. അതിപ്പോൾ ഏത് പാർട്ടായിക്കോട്ടെ, പവർ വിൻഡ് ആയിക്കോട്ടെ, ലോഡ് വരുന്ന ഏത് ഭാഗത്താണെങ്കിലും ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ലോഡും ആ വയറിങ്ങും ക്ലിയർ ചെയ്തോളണം. അല്ലെങ്കിൽ നമുക്ക് പിന്നീടും ഈ പ്രശ്നം വന്നുകൊണ്ടേയിരിക്കും. അഡീഷണൽ ഫ്യൂസ് കൊടുത്ത് പുറമേ നിന്ന് സപ്ലൈ കൊടുത്ത് പമ്പൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. ഫ്യൂസ് പോകണമുണ്ടോയെന്നോ. നമ്മളിപ്പോൾ വണ്ടി ശരിയാക്കിയിട്ടുണ്ട്, വയറിങ്ങൊക്കെ ശരിയാക്കി, പുതിയ പമ്പും മാറി, ഇപ്പോൾ ഓക്കെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.